പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഇത്രയ്ക്കങ്ങ് വലിച്ചുകീറി ഒട്ടിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ ശബ്ദം വേറെ ഉണ്ടാകില്ല. അതാണ് കെ.എം. ഷാജി. കെ.എം. ഷാജിയുടെ നെഞ്ചിൽ തട്ടിയുള്ള വരികൾ ചെന്നു തറയ്ക്കുക, കീറി മുറിക്കുക, മാറ് പിളർക്കുക ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ തന്നെയായിരിക്കും. നോക്കൂ, അദ്ദേഹം പറയുന്ന രീതി. CPM-നും DYFIക്കും CPM-നും ഡിഫിക്കും പിണറായിയുടെ പോസ്റ്റർ തയ്യാറാക്കുന്നതിലെ അധ്വാനം, ആ അധ്വാനം ഞങ്ങളാരും മറക്കുന്നില്ല. നിങ്ങൾ യഥേഷ്ടം പിണറായിയുടെ പോസ്റ്ററുകൾ ഒട്ടിച്ചോളൂ, മുദ്രാവാക്യങ്ങൾ വിളിച്ചോളൂ, എവിടെയും നിങ്ങൾ PR വർക്ക് തള്ളിക്കോളൂ. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു പറച്ചിലുണ്ട്, ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: കോവിഡ് ദുരന്ത കാലത്ത് കേരള സർക്കാരിന്റെ ചെലവ് എത്ര? കേരള സർക്കാരിന്റെ വരവെത്ര? കോവിഡുമായി ബന്ധപ്പെട്ട് പിരിവ്യഥേഷ്ടം നടത്തുന്നു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചു വെക്കുന്നു ഓർഡിനൻസിലൂടെ. ശരി മാന്യ മുഖ്യ കെ.മു എന്നാണ് കെ.എം. ഷാജി പറയുന്നത്. കേരള മുഖ്യ, ചോദ്യത്തിനുത്തരം പറയൂ. കേരള ജനതയുടെ ചോദ്യത്തിനുത്തരം. ഇപ്പോൾ നിങ്ങൾ പറയുന്നു നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് സൗജന്യമായിട്ടൊന്നും നൽകാൻ പറ്റില്ല, അവരുടെ ക്വാറന്റൈൻ അടക്കമുള്ളവർ അവർ ചെലവ് വഹിക്കണം, സർക്കാർ ചെലവ് വഹിക്കാൻ തയ്യാറല്ല. ശരി, സമ്മതിച്ചു, നിങ്ങൾ ഒന്നിനും ചെലവ് വഹിക്കേണ്ട, നിങ്ങൾ അവിടെ ഇരുന്നുകൊള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് കോവിഡ് അതിജീവനം എന്ന് പറഞ്ഞ് ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ പണം പിരിക്കുന്നത്? എന്തിനാണ് 5 ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാരുടെ വയറ്റത്തടിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ അടക്കം പണം പിടിച്ചു വെക്കുന്നത്? എന്തിനാണ് ദേവസ്വം ബോർഡ് അടക്കമുള്ള ഇടങ്ങളിൽ അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ചെടുക്കുന്നത്? ചിലവാക്കാനല്ലെങ്കിൽ എന്തിനീ തുക? കേരളത്തിലെ ജനത ചോദിക്കുകയാണ്. നിങ്ങൾ ആർക്കും ഒരു സൗജന്യവും കൊടുക്കണ്ട. ഇന്ന് നിങ്ങൾ പറഞ്ഞു ഇതുവരെ തള്ളിയത് എന്താണ്? പ്രവാസികളെ കടത്തിവിടൂ. കടത്തിവിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തയ്യാറാണ്. കൊണ്ടുവരാത്തത് മാത്രമാണ് കുറ്റം. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ജോലി കൊടുക്കും, ഞങ്ങൾ ചികിത്സ കൊടുക്കും. അങ്ങ് തള്ളലായിരുന്നു. പ്രവാസികൾ വരാൻ തുടങ്ങിയപ്പോൾ പറയുന്നു ചികിത്സാ ചിലവും ക്വാറന്റൈൻ ചിലവ് അടക്കം. ആദ്യം ക്വാറന്റൈൻ ചിലവാണ് പറയുന്നത്, കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചികിത്സിച്ചോളൂ എന്ന് പറയും. ആയിക്കോട്ടെ, പക്ഷെ ജനം ചോദിക്കുന്ന ചോദ്യമുണ്ട്, പിന്നെ എന്തിനാണ് ഈ പേരും പറഞ്ഞ് പണം പിരിക്കുന്നത്? കോവിഡ് അതിജീവനത്തിന് വേണ്ടി നിങ്ങൾ ഇതുവരെ എത്ര രൂപ പിരിച്ചു, എത്ര രൂപ ചിലവാക്കി? ഞങ്ങൾക്കതറിയണം കേരള മുഖ്യ എന്ന് പറയുകയാണ്. ആ വാക്കുകളെ കേരള ജനതയുടെ മനസ്സിനെ കെ.എം. ഷാജി കുറിച്ചു വെച്ച് പറയുകയാണ്. പ്രവാസികളുടെ ക്വാറന്റൈൻ ചെലവ് അവർ വഹിക്കണം. നല്ല കാര്യം. അവിടെ വരുന്നവർക്ക് ഇതുവരെ നിങ്ങൾ എന്താണ് ചെയ്തത്? കെ.എം. ഷാജി ചോദിക്കുന്നു. നോക്കൂ, പുതിയ ഉത്തരവ് കേട്ടാൽ തോന്നും ഇതുവരെ വന്നവർക്ക് നിങ്ങൾ 5 സ്റ്റാർ ഫുഡും 5 സ്റ്റാർ സ്യൂട്ടും സൗജന്യമായി നൽകി എന്ന് തോന്നും. പക്ഷെ നിങ്ങൾ നൽകിയത് എന്താണ് നിങ്ങൾ കൊടുത്തത്? കിടക്കാൻ കുറെ മരബെഞ്ചുകൾ കൊടുത്തു, കഞ്ഞി കുടിക്കാൻ കമ്മ്യൂണിറ്റി കിച്ചൺ കൊടുത്തു, കഞ്ഞി കൊടുത്തു, പയറ് കൊടുത്തു. അതാരാണ് കൊടുത്തത്? പിണറായി വിജയൻ സർക്കാർ അല്ല. കെ.എം. ഷാജി പറയുകയാണ് 1 രൂപ ഈ കാര്യങ്ങൾക്ക് ഖജനാവിൽ നിന്ന് ഇതുവരെ ചെലവായിട്ടില്ല. ചെലവായിട്ടുണ്ടെങ്കിൽ കണക്ക് പറയൂ. എത്ര രൂപ നിങ്ങൾ ചെലവാക്കി? ഇതുവരെ വന്നവർ പ്രവാസികൾക്ക് ഇപ്പോൾ നിങ്ങൾ പറയുന്നു ക്വാറന്റൈൻ ചെലവ് പ്രവാസികൾ വഹിക്കണമെന്ന്. ഇത് ഇപ്പോൾ ക്വാറന്റൈൻ ചെലവ് പ്രവാസികൾ വഹിക്കണമെന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ കേരള ജനതയ്ക്ക് എന്താ ചെയ്തത്? ഈ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട് കുറെ മരബെഞ്ചുകൾ കൊടുത്തു, കമ്മ്യൂണിറ്റി കിച്ചണിലെ കഞ്ഞിയും പയറും കൊടുത്തു. അതിൽ നിങ്ങൾക്ക് എന്താണ് ചെലവ്? നയാ പൈസ നിങ്ങൾക്ക് ചെലവായിട്ടില്ല. ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയൂ എന്ന് പറയുകയാണ്. എന്നിട്ട് കെ.എം. ഷാജി പറയുന്നു കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുന്നത് പഞ്ചായത്തുകളാണ്, മുനിസിപ്പാലിറ്റികൾ, സന്നദ്ധ സംഘടനകൾ. എന്നിട്ട് അദ്ദേഹം CH സെന്ററിന്റെയും ശിഹാബ് തങ്ങൾ ട്രസ്റ്റിന്റെയും മറ്റ് സേവന സംഘങ്ങളുടെയും ആംബുലൻസുകൾ, ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ, പല സമുദായ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെ സഹായത്താൽ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുന്നു, ക്വാറന്റൈൻ സെന്റേഴ്സ് നടത്തുന്നു. മറ്റു സംസ്ഥാനങ്ങളിലെ മലയാളികളെ നാട്ടിലെത്തിക്കാൻ കോൺഗ്രസ് ആകട്ടെ KMCC പോലുള്ള പ്രസ്ഥാനങ്ങളുടെ വക ബസ്സുകൾ, ഗൾഫിൽ നിന്നും തിരിച്ചു വരാൻ പ്രയാസം അനുഭവിക്കുന്ന പാവം പ്രവാസികൾക്ക് വിമാനം കയറാൻ KMCC അടക്കമുള്ള മലയാളികൾ സംഘടന വക ടിക്കറ്റ്. ഇതൊക്കെ
കേരളത്തിലെ സന്നദ്ധ സംഘടനകൾ, വിവിധ സമുദായ സംഘടനകൾ, വിവിധ സന്നദ്ധ സംഘടനകൾ, വിവിധ മതസംഘടനകൾ അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഫലമായി നടത്തുന്നുണ്ട്. നിങ്ങൾ കുറെ ക്വാറന്റൈൻ സെന്റേഴ്സ് എന്ന് പറയുന്നു, അവിടെ കുറച്ച് മരത്തടികളും മരക്കട്ടിലുകളും അവർക്ക് കഞ്ഞി കുടിക്കാൻ കുറച്ച് കഞ്ഞിയും പയറും കമ്മ്യൂണിറ്റി കിച്ചൺ പലയിടത്തും അത് തന്നെ അട്ടിമറിക്കപ്പെടുന്ന സ്ഥിതി ഇതൊക്കെ നിൽക്കുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമായി നിൽക്കെ കേരളത്തിലെ ജനത ചോദിക്കുകയാണ്, മുഖ്യ എത്ര രൂപ കോവിഡ് അതിജീവനത്തിന് വേണ്ടി ഈ നിമിഷം വരെ വരവ് വന്നു? എത്ര രൂപ നിങ്ങൾ ചിലവാക്കി? ആത്മാഭിമാനമുണ്ടെങ്കിൽ, തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ പറയൂ പിണറായി എന്ന് കേരളത്തിന്റെ ജനത പറയുന്നു എന്ന് കെ എം ഷാജി പറഞ്ഞു വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ്. CPM-നും DYFI-ക്കും പിണറായിഡ എന്ന പോസ്റ്റർ ഒട്ടിക്കാനുള്ള അധ്വാനം മാത്രമല്ലേ ഉള്ളൂ. അതിൽ കൂടെ CPM-ഉം DYFI-യും പിണറായിഡ എന്ന പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ കോടികൾ ചെലവഴിച്ച് സർക്കാരിന്റെ ചില സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ വഴിയുള്ള PR വർക്ക്, അതോടൊപ്പം തന്നെ മറ്റു ചില ഏജൻസികൾ വഴിയുള്ള PR വർക്ക്, സ്പ്രിംഗ്ലർ വഴിയുള്ള PR വർക്ക്, ഈ തള്ളൊക്കെ ജനങ്ങൾ തിരിച്ചടിഞ്ഞു തുടങ്ങി. എന്നിട്ട് പറയുന്നു, തന്തയ്ക്കു പിറന്നവനാണെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട വരവെത്ര, എത്ര രൂപ സർക്കാർ പിരിച്ചു ഇതുവരെ? പാവപ്പെട്ട സർക്കാർ ജീവനക്കാരുടെ പണം പിടിച്ചു വെക്കുന്നത് എന്തിനാണ്? നിരവധി ആൾക്കാരുടെ സംഭാവന, ദേവസ്വം ബോർഡുകളുടെ പണം വഴിമാറ്റിയെടുക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള പണം വന്നു കയറുമ്പോൾ എത്ര രൂപ ഇതുവരെ വരുമാനം വന്നു, എത്ര രൂപ ഇതുവരെ ചെലവാക്കി? ഇത് പറഞ്ഞു വെക്കൂ. പ്രവാസികൾക്ക് നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തില്ല, കേരള ജനതയ്ക്കും ഒന്നും ചെയ്തില്ല. പ്രവാസികൾ അവരുടെ ക്വാറന്റൈൻ ചിലവ് നോക്കും. നാളെ നിങ്ങൾ പറയാൻ പോകുന്നത് കേരളത്തിന്റെ ജനത മുൻകൂട്ടി കാണുന്നു, ഇനി സർക്കാരിനൊന്നും ചെയ്യാനില്ല, നിങ്ങൾ തന്നെ അങ്ങ് ചികിത്സിച്ചോളൂ എന്ന് പറയുന്നു. അത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടി എന്നുള്ളത് അവർ മുൻകൂട്ടി കാണുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു കോവിഡ് ചികിത്സയ്ക്ക് 3 ലക്ഷം 4 ലക്ഷം രൂപ ചിലവ് വരും. ആ ചിലവ് എന്താണ്? സ്വകാര്യ ആശുപത്രികൾക്ക് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ് ഈ പ്രവാസികളുടെ ക്വാറന്റൈൻ ചെലവ് വഹിക്കാൻ പറയുന്നത് എന്നുകൂടി കേരള ജനത ചർച്ച ചെയ്യുകയാണ്.